സുഖമുള്ള കാലം കണ്ണുനീർ യേശു മാത്രം. ഓ യേശു എൻ്റെ എന്റെ പ്രാണ ഓ എന്റെ എന്റെ സുഖമുള്ള കാലം കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. സുഖമുള്ള കാലം കണ്ണുനീർ നേരത്ത് യേശു ഓ സുഖമുള്ള കാലം കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. I love you, Jesus. I love you, Jesus. I love you, Jesus. ലോൺലിനെസ് മറ്റൊരു അടയാളമാണ്. ഏകാന്തത. ചിലർക്ക് ഏകാന്തത, എനിക്കാരുമില്ല, ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നവർ അനേകരുണ്ട്. അവർ ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണ്. ഭർത്താവുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവരുടെയും നടുവിലും ഇവർക്ക് ഒരു ചിന്ത വരുന്നത് എനിക്കാരുമില്ല. അതൊരു അനാഥത്വം കൊണ്ടുവരുന്നൊരു ശബ്ദമാണ്. ഞാനൊരു അനാഥനാകുന്നു. ഞാനൊരു ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ഒരു വലിയ ആത്മസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാഴ്ച കാണുവാനിടയിൽ അദ്ദേഹം വലിയ കുഴിക്കകത്ത് കിടക്കുകയാണ്. ആ കുഴി അദ്ദേഹം പറയുന്നത് ഞാൻ അനാഥനാകുന്നു എന്ന ശബ്ദമുള്ള ഒരു കുഴിയാണ്. അപ്പോൾ ആ കുഴിയുടെ അടിത്തട്ടിൽ താൻ കേൾക്കുന്ന ഭയങ്കരമായ പ്രകമ്പനം കൊള്ളുന്നൊരു ശബ്ദമാണ് ഞാൻ അനാഥനാകുന്നു. എക്കോ ഒക്കെ ഉള്ള ശബ്ദം പോലെ ഞാൻ അനാഥനാകുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് അത്ഭുതകരമായ ഒരു കരം താഴേക്ക് ഇറങ്ങി വന്ന് തന്നെ ആ കുഴിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാനിടയായി. അത്ഭുതകരമായി താൻ ആ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇതായിരുന്നു എൻ്റെ പ്രശ്നം. ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഇത് മുഴങ്ങുമായിരുന്നു, ഈ ശബ്ദം. ഞാൻ ജനക്കൂട്ടത്തിൻ്റെ നടുവിലായിരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഈ ശബ്ദം മുഴങ്ങും, ഞാൻ അനാഥനാകുന്നു, എനിക്കാരുമില്ല. നിങ്ങളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ നിങ്ങൾ ആ മേഖലയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ശബ്ദമായിരുന്നു ഏകാന്തത, എനിക്കാരുമില്ല എന്നുള്ള ഒരു ശബ്ദം. ഞാൻ 21 വർഷങ്ങൾക്ക് മുന്നമേ രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് എനിക്ക് അനാഥത്വം ഉണ്ടായിരുന്നു, ലോൺലിനെസ് ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷവും എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കാരുമില്ല, ഒരു അനാഥത്വം ഫീൽ ചെയ്യുമായിരുന്നു. അത് പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു വിവേകം നൽകി തന്നു. ഇനി അടുത്ത പ്രാവശ്യം നിനക്ക് ആ തോന്നൽ വരുന്ന സന്ദർഭത്തിൽ നീ വാ തുറന്ന് സംസാരിക്കണം.
ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ചിന്തയേക്കാൾ ശക്തിയേറിയത് എന്താണ്? സ്പീച്ചാണ്. തോട്ടിനേക്കാൾ ശക്തിയേറിയത് എന്താണ്? സ്പീച്ചാണ്. നിനക്ക് തോട്ടിനെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയത്തില്ല, എന്നാൽ സ്പീച്ചിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ചിന്തകളെ നമുക്ക് നിയന്ത്രണം കിട്ടത്തില്ല, പിടിവിട്ടങ്ങ് പോകും. അത് പിടിച്ചു നിർത്തണമെന്ന് ശ്രമിച്ചാലും പിടികിട്ടത്തില്ല. അതിനെ തകർക്കാൻ വേണ്ടിയുള്ള നല്ല ഉപാധിയാണ് വാ തുറന്ന് സംസാരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്കാരുമില്ല എന്നുള്ള ചിന്ത വരും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, വാ തുറന്ന് സംസാരിക്കടാ. ഞാനിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, എടാ ഇവിടെ വേടാ, എനിക്കാരുമില്ല അല്ലേ? ഇത് കേട്ടോ, എനിക്ക് പിതാവാകുന്ന ദൈവമുണ്ട്, എനിക്ക് യേശുവുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്, എനിക്ക് ദൂതന്മാരുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എനിക്ക് 2 പിള്ളേരുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, സഭാപാസ്റ്ററുണ്ട്. നീ ആരടാ എന്നോട് എനിക്കാരുമില്ലെന്ന് പറയാൻ? ഒരു 4 ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞതോടുകൂടെ ആ ബന്ധനം പൊട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വാ തുറന്ന് സംസാരിച്ച് ഇത്തരത്തിലുള്ള ചിന്തകളെ നമുക്ക് തകർക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം പച്ചക്കള്ളങ്ങളല്ലേ? എനിക്കാരുമില്ല എന്നുള്ളത് പച്ചക്കള്ളമല്ലേ? നമുക്കുള്ളതുപോലെ ആളുകൾ വേറെ ആരാ ഉള്ളത്? നമ്മൾ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് അല്ലേ? നമുക്ക് ചുറ്റും ഇപ്പോൾ എൻ്റെ ഇടത്തും വലത്തും 2 ദൂതന്മാർ നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ. മറ്റു ദൂതന്മാർ തന്നെ ഇതിൻ്റെ നടുവിലുണ്ട്. ഈ ലോകത്തിൽ ഏത് രാഷ്ട്രീയക്കാരന് ഇതേപോലെയുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കും? ഏത് മന്ത്രിക്ക് ഇതേപോലെയുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കും? അവർ ശമ്പളം കൊടുത്തല്ലേ നിർത്തിയിരിക്കുന്നത്. ബ്ലാക്ക് കാറ്റ്സിനെ ആ മന്ത്രിമാർ നിർത്തിയിരിക്കുന്നത് എത്രായിരം രൂപ ശമ്പളം കൊടുത്താണ് നിൽക്കിയിരിക്കുന്നത്. എന്നാൽ ഒറ്റ പൈസ ചെലവില്ലാതെ അഭിഷേകമുള്ളവന് ചുറ്റും ഈ ഭൂമിയിലെ പോലീസുകാരല്ല, സ്വർഗത്തിലെ സൈന്യം നിനക്ക് ചുറ്റും കാവൽ നിൽക്കുന്ന നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തെ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കാൻ കഴിയും. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ നമുക്ക് സംസാരിക്കാം. കുട്ടികൾ സംസാരിക്കുന്നത് പോലെയും പ്രായമുള്ളവർ സംസാരിക്കുന്നത് പോലെയും ഗൗരവമേറിയ കാര്യങ്ങളും നിസ്സാര കാര്യങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ കഴിയും. അവിടുന്ന് നമ്മെ നന്നായി മനസ്സിലാക്കുന്നവനാകുന്നു. ആരുടെയെങ്കിലും ഉള്ളിൽ ഈ അനാഥത്വം ഉണ്ടെങ്കിൽ, ഞാൻ അനാഥനാകുന്നു, എനിക്കാരുമില്ല, ഏകാന്തത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിൻ നാമത്തിൽ ഈ നിമിഷത്തിൽ തന്നെ ആ ബന്ധനം പൊട്ടിപ്പോകുവാനിടവരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിടുവിക്കപ്പെടുവാനിടവരട്ടെ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഞാൻ മുന്നോട്ട് പോകട്ടെ. മറ്റൊരു അടയാളമാണ് ആങ്സൈറ്റി, വിചാരങ്ങൾ, വ്യാകുല ചിന്തകൾ. ആന്തരിക മുറിവിൻ്റെ വേറൊരു അടയാളമാണ് വിചാരങ്ങൾ, വ്യാകുല ചിന്തകൾ. ആങ്സൈറ്റി ഈസ് ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളാണ് വ്യാകുലതകളെന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഹോൾഡ്സ് നോ പ്രോമിസ് ഓഫ് ചേഞ്ച്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ യാതൊരു മാറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഭാവിയുമായുള്ള ബന്ധത്തിൽ ബേസിക് നീഡ്സാണ് വരുന്നത്. നമ്മുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ, വീട്, വസ്ത്രം, ഭക്ഷണം, ജോലി, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വ്യാകുല ചിന്തകളിൽ വരുന്നത്. ആരെങ്കിലും യേശു ഇതുവരെയും വന്നിട്ടില്ല എന്നതിനെ ചൊല്ലി വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അത് ആരും അതിനു വേണ്ടി വ്യാകുലപ്പെടാറില്ല. പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ അത് വ്യാകുലതയാകില്ല. എന്നാലും നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് വ്യാകുലതയുണ്ട്, വീടുമായി ബന്ധപ്പെട്ട് വ്യാകുലതയുണ്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, എല്ലാം ബേസിക് നീഡ്സ്, ഭൂമിയിലെ നീഡ്സുമായി ബന്ധപ്പെട്ടാണ് വ്യാകുലതയുള്ളത്. അത് മനസ്സിലാക്കിയാണ് കർത്താവ് പലയിടങ്ങളിൽ വ്യാകുലപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദയവായിട്ട് 1-2 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നോക്ക്, ഇതെല്ലാം ബേസിക് നീഡ്സുമായി ബന്ധപ്പെട്ടാണ്. എന്തുടുക്കും, എന്ത് തിന്നും എന്നതിനെ ചൊല്ലി വിചാരപ്പെടരുത്. ഈ ഒരു പക്ഷിയുടെ ആവശ്യങ്ങൾ ദൈവം തക്ക സമയത്ത് നിർവഹിച്ചു കൊടുക്കുന്നു എങ്കിൽ ആ ദൈവം നിൻ്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിർവഹിച്ചു തരുവാൻ വിശ്വസ്തനല്ലേ? പ്രൈസ് ദി ലോർഡ്. അതിനെ ചൊല്ലിയുള്ള വിചാരങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും പുറത്തു വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസും പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇത് പറയുന്നുണ്ട്. ഇത് തന്നെ പൗലോസ് ഇത് അവിടെ ആവർത്തിക്കുകയാണ്, വേറൊരു രൂപത്തിൽ ആവർത്തിക്കുകയാണ്. ദയവായിട്ടൊന്ന് വായിക്കുമോ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ അതൊരു കമാൻഡ്മെൻ്റാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അടുത്തിരിക്കുന്ന ആൾക്കാരൻ കൊടുത്ത് പറ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങളുടെ സാമ്പത്തികത്തെക്കുറിച്ച് വിചാരപ്പെടരുത്, മകളുടെ കല്യാണത്തെക്കുറിച്ച് വിചാരപ്പെടരുത്, വീസായെക്കുറിച്ച് വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക, അത്രേ വേണ്ടത്.
അപ്പോൾ അത് ദൈവത്തോട് സ്തോത്രത്തോട് അറിയിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ചോദിച്ച കാര്യം ഇങ്ങ് തരികയല്ല കർത്താവ് ചെയ്യുന്നത്. ഉടനടി കർത്താവ് നമുക്ക് എന്താണ് തരുന്നത്? സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. പ്രൈസ് ദി ലോർഡ്. ആ ചോദിച്ച പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കുകയല്ല ചെയ്യുന്നത്, ഒരു സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു കാര്യവും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടെങ്കിൽ സ്വസ്ഥമായി ജീവിക്കുവാൻ കഴിയും. വളരെ സമ്പന്നരാകുന്ന മനുഷ്യരുണ്ട്, വളരെ ദരിദ്രരാകുന്ന മനുഷ്യരുണ്ട്. അവർ രണ്ടു കൂട്ടരും നന്നായി ജീവിക്കുന്നില്ലേ? ഞാൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ കുടിലുകളിൽ ജീവിക്കുന്ന, അവരുടെ ആ ഉൾപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ മുള കൊണ്ടുള്ള കുടിലുകൾ മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ആ മുള കൊണ്ടുള്ള കുടിലുകൾ എന്ന് പറയുന്നത് ഇവിടെയൊക്കെയുള്ള വലിയ വലിയ വീടുകൾ പോലെയാണ് അവരുടെ സങ്കല്പത്തിലുള്ളത്. അവരുടെ ആ ഗ്രാമങ്ങളിൽ വേറെ തരത്തിലുള്ള മുള കൊണ്ടുള്ള വീടുകളല്ലാതെ വേറൊന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഈ മുള കൊണ്ടുള്ള വീടുകളിൽ മുള കൊണ്ടുള്ള തവി കൊണ്ട്, മുള കൊണ്ടുള്ള പാത്രങ്ങൾ, ആ മുള കൊണ്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഫോണില്ലാതെ, ലാൻഡ് ഫോണില്ലാതെ, ഈ ആധുനികമാകുന്ന ഒരു സംവിധാനവുമില്ലാതെ വളരെ സന്തുഷ്ടരായിട്ട് അവരവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ഒരു മൃഗത്തെ കാട്ടിൽ നിന്ന് കിട്ടിയാൽ അതിനെ കൊന്നു കഴിഞ്ഞാൽ 1 വർഷത്തെ ഇറച്ചി റെഡി. അതിനെ അങ്ങ് ഉണക്കിയിട്ട് അവരുടെ വീട്ടിൽ കെട്ടിത്തൂക്കിയിട്ടേക്കും. ഓരോ ദിവസവും സന്ധ്യയിൽ അല്പം അതിൽ നിന്ന് മുറിച്ച് അവരത് ഉപയോഗിക്കും. വീണ്ടും അത് തീരുമ്പോൾ വീണ്ടും കാട്ടിൽ പോകുക, ഒരു മാനിനെ പിടിക്കുക, അതിനെ വീണ്ടും ഉണക്കുക, കെട്ടിത്തൂക്കിയിടുക. വളരെ സന്തുഷ്ടരായിട്ട് അവർ ജീവിക്കുകയാണ്. അവർക്കും ജീവിക്കുവാൻ കഴിയും. മഹാസമ്പന്നരാകുന്ന ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ചാൾസ് രാജകുമാരന്മാരെ പോലെ ഉള്ളവർക്കും ജീവിക്കുവാൻ കഴിയും. ഏത് നിലവാരത്തിലാണെങ്കിലും രണ്ടുപേരും മനുഷ്യർ തന്നെയാണ്. ചില സുഖസൗകര്യങ്ങളിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ചാൾസ് രാജകുമാരൻ അനുഭവിക്കുന്നത് പോലെയുള്ള സന്തോഷവും സമാധാനവും, അദ്ദേഹത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടോ എനിക്കറിയില്ല, എന്തായാലും നമുക്ക് ഉണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കാം. അദ്ദേഹം അനുഭവിക്കുന്നത് പോലെയുള്ള സന്തോഷവും സമാധാനവും ഈ മുള കൊണ്ടുള്ള വീട്ടിൽ ആയിരിക്കുന്ന വ്യക്തിയും അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മുള കൊണ്ടുള്ള വീട്ടിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചാൾസ് രാജകുമാരൻ താമസിക്കുന്ന കൊട്ടാരം പോലെയുള്ള വീടുകൾ ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ നിലവിലായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നമുക്ക് അഡീഷണലായിട്ടുള്ള ഒരു ഭൗതിക അനുഗ്രഹം ലഭിച്ചിട്ട് സ്വസ്ഥരാകാൻ വേണ്ടി ആരും ആഗ്രഹിക്കേണ്ട. ഇതൊന്നും കൂടാതെ സമാധാനം നീ സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു പുതിയ വീസയുടെ കിട്ടിയിട്ട് നിനക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് നിലനിൽക്കുന്ന സമാധാനം തരത്തില്ല. ഒരു പുതിയ അനുഗ്രഹം ലഭിച്ചിട്ട്, ഒരു പുത്തൻ ജോലി ലഭിച്ചിട്ട് ഇന്നത്തെ കാലത്തൊക്കെ ആളുകൾ അങ്ങ് അസംതൃപ്തരാണ്. ഈ 80,000 രൂപ ജോലി ലഭിക്കുന്ന IT ഫീൽഡിലെ ആൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ്, ബ്രദറെ ഞാൻ 2 വർഷമായിട്ട് ഈ ജോലിയിൽ ഇരിക്കുകയാണ്, എനിക്ക് ജോലിയൊന്ന് മാറണം, ഒരു പുതിയ ജോലി ലഭിക്കണം. എൻ്റെ കൂട്ടുകാർക്കൊക്കെ 1.5 ലക്ഷം രൂപയാണ് ശമ്പളം. ഒന്ന് പ്രാർത്ഥിച്ചേ, നല്ല പോലെ പ്രാർത്ഥിച്ചേ, ശക്തിയോടെ പ്രാർത്ഥിച്ചേ. 80,000 കിട്ടുന്നവന് 2 വർഷമായപ്പോഴേക്കും ജോബ് പുതിയത് വേണം. ഈ പണ്ടെങ്ങാണ്ട് നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ 2 കൊല്ലം കഴിയുമ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ ജോലി മാറുക എന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരാൾ ജോലി കയറിയാൽ ജീവിത പര്യന്തം ആ ജോലിയിൽ തന്നെ തുടർന്ന് മനുഷ്യനായി പുറത്തു വരിക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ജോലി മാറുന്നു, ഭാര്യയെ മാറുന്നു, എന്തൊക്കെയാണ് മാറുന്നത്? കണ്ടതെല്ലാം മുൻപിൽ വരുന്നതിന് എല്ലാം ഇവരങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം 3 വർഷമാണ്. അത് കഴിയുമ്പോൾ ഒരു മാറ്റം അവർക്ക് ആവശ്യമാണ്. എന്നാൽ ഈ മാറ്റങ്ങളൊന്നും കൂടാതെ തന്നെ നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് സമാധാനം നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ വ്യാകുലതകൾക്ക് പകരമായിട്ട് കർത്താവ് സമാധാനം നൽകി തരുവാൻ പോകുകയാണ്. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിടിച്ചെടുക്കുവാൻ വേണ്ടി ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതിന് ഉപവാസവും വേണ്ട, പ്രാർത്ഥനയും ഒന്നും വേണ്ട. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളല്ല, അത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതങ്ങ് മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസവും പ്രാർത്ഥനയും എല്ലാം അത് നിർത്തിയതിന് ശേഷമായിട്ട് നാട്ടിൽ നശിച്ചു പോകുന്ന ജനം വിടുവിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് ഉപവസിക്കാം. ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രസംഗിക്കുവാൻ വേണ്ടി ഈ മൈക്രോഫോൺ എനിക്ക് വേണ്ടത് എൻ്റെ ആവശ്യമാണോ ദൈവത്തിൻ്റെ ആവശ്യമാണോ? ഇന്ന് പ്രസംഗിച്ചതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കുക എന്നത് എൻ്റെ ആവശ്യമാണോ ദൈവത്തിൻ്റെ ആവശ്യമാണോ? പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ ഒരാവശ്യമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു, ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു സംവിധാനമാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റമുണ്ടായിട്ട് ഞാൻ ദൈവത്തിൻ്റെ ഒരാവശ്യമായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഞാൻ ആയിരിക്കുന്നത് തന്നെ ഭൂമിയുടെ ഉപ്പായിട്ടാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ഒരാവശ്യമാണ്. നീ ആയിരിക്കുന്ന ആ പട്ടണത്തിൽ നീ ദൈവത്തിൻ്റെ ഒരാവശ്യമാണ്. ആ നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ആവശ്യങ്ങൾ തക്ക സമയങ്ങളിൽ നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഈ ഒരു നിലവാരത്തിലുള്ള വെളിപ്പാടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് പോലും വർദ്ധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പിതാവ് 85 വയസ്സൊക്കെ ആയ സന്ദർഭം, 82 വയസ്സൊക്കെ ആയ സന്ദർഭത്തിൽ അദ്ദേഹം ദീർഘവർഷങ്ങൾ പാസ്റ്ററായിരുന്ന വളരെ സമാധാനത്തോടുകൂടെ വാർദ്ധക്യത്തിലും യാതൊരു നിരാശയുമില്ലാതെ യാതൊരു ഭാവിയെക്കുറിച്ച് ഒരു വ്യാകുലതയുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ 82 വയസ്സൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പക്വതയുള്ളവർക്ക് അവർക്ക് വെളിപ്പാടുണ്ട്. ഇവിടത്തെക്കാട്ടിലും നല്ല ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലാണെന്നുള്ള വെളിപ്പാടുണ്ട്. അപ്പോൾ ഏതോ ശാരീരികമാകുന്നൊരു പീഡനം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് എന്നാലങ്ങ് പോയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ഞാനത് നിരുത്സാഹപ്പെടുത്തി. ഞാൻ ചോദിച്ചു, അവിടെ പോയിട്ട് ഇപ്പം വേഗത്തിൽ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, കുറേ കാലം കൂടി ഇവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്കും ഞങ്ങൾക്കും ഒക്കെ പ്രയോജനമല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ പിതാവ് ചിന്തിച്ച്, അത് ശരിയാണല്ലോ, അവൻ പറയുന്നത് ശരിയാണല്ലോ, ഇവിടെ വെറുതെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാടിനൊരു മാറ്റം സംഭവിക്കുമല്ലോ. അപ്പോൾ അഭിഷേകമുള്ളവരൊന്നും വേഗത്തിൽ മരിക്കരുത്. അവരൊക്കെ കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനമുള്ളവരായി ഈ ഭൂമിയുടെ ഉപ്പായിട്ട് ഈ ഭൂമിയിൽ കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പിതാവ് ഇപ്പോൾ 90 വയസ്സായിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ വീട്ടിലായിരിക്കുന്നു. ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാനിട വരുന്നു. വ്യാകുലതകളില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ആവശ്യമായി തീരുമ്പോൾ കർത്താവ് തീരുമാനിക്കും എപ്പോൾ അങ്ങോട്ട് പോകണം വരണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വസ്തുവകകളെ, ബേസിക് നീഡ്സിനെ ചൊല്ലിയുള്ള വ്യാകുലതകളിൽ നിങ്ങൾ പുറത്തു വരിക. സാധാരണ പറയുന്നൊരു കാര്യമാണ് കല്യാണം നടന്നിട്ടില്ല എന്നുള്ള വ്യാകുലത, വീട് പണി നടന്നിട്ടില്ല എന്നുള്ള വ്യാകുലത. പണ്ട് ഒരമ്മച്ചിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. ആ അമ്മച്ചിയുടെ മോടെ കല്യാണം നടന്നിരുന്നില്ല. അപ്പോൾ അമ്മച്ചി പാസ്റ്റർ അടുക്കൽ ചെന്ന് പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ മോടെ കല്യാണം നടന്നിട്ടില്ല. പാസ്റ്റർ പറയുവാനിടയായി, നിൻ്റെ മോളെ കെട്ടാനിരിക്കുന്ന ചെറുക്കൻ്റെ കല്യാണവും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതാണ് അതിനകത്തെ കൃത്യമായ മറുപടി എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് വ്യാകുലത എന്ന് പറയുന്നത്, വേറെ അമ്മച്ചി അവരിങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ മോൻ ചെന്ന് ചോദിച്ചു, അമ്മേ, വ്യാകുലപ്പെടാൻ ഒന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് വ്യാകുലപ്പെട്ടിരിക്കുന്നത്? അമ്മ മറുപടി പറയാനിടയിൽ, എടാ, വ്യാകുലപ്പെടാൻ ഒന്നുമില്ലല്ലോ എന്നോർത്താണ് ഞാൻ വ്യാകുലപ്പെടുന്നത്. അതേപോലെയുള്ള വ്യാകുലതകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിൽ വ്യാകുലത ഇല്ലാതെ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ വരച്ച ആ വൃത്തങ്ങൾ നിങ്ങൾ ആ സോളിനകത്തെ ആ പാത്ത് വേ, ആ വ്യാകുലത, ഏതെങ്കിലും ഒരു വ്യാകുലത, ആ വ്യാകുലത ഒരു സ്ട്രോങ് ഹോൾഡായി തീരുമ്പോൾ അതിങ്ങനെ ഒരു 4 ലൈൻ റോഡിൽ കിടന്ന് കറങ്ങുന്നത് പോലെ മനസ്സിനകത്ത് കിടന്ന് കറങ്ങുവാനിട വരും. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രോങ് ഹോൾഡ് നിങ്ങളുടെ സോളിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ അവ പൊട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് വ്യാകുലതകളില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. ദയവായിട്ട് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം വായിക്കുക. അവിടെ ഒരു പ്രിൻസിപ്പിൾ, ദൈവരാജ്യ സംബന്ധമാകുന്നൊരു പ്രിൻസിപ്പിൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ ആവശ്യങ്ങളുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ദൗത്യം എന്താണ്? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. ആമേൻ. അടുത്ത വാക്യം, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. അപ്പം നാളെ എന്ന് പറയുന്ന ഒരു ദിവസമില്ല. എല്ലാ ദിവസവും നമ്മൾ നാളെ എന്ന് പറയുന്ന നാളത്തെ ദിവസത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് നമുക്ക് നാളെയാണോ ഇന്നാണോ? ഇന്നാണ്. നമുക്കെല്ലാം ഇന്ന് മാത്രമേ ഉള്ളൂ. എന്നാണ് നമ്മുടെ ഉണർവ്? നാളെയല്ല, ഇന്നാണ്. എന്നാണ് നമ്മുടെ സൗഖ്യം? നാളെയല്ല, ഇന്നാണ്. ഇന്ന് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. സാധാരണ പറയുന്നത് പോലെ വിഡ്ഢികളുടെ കലണ്ടറിൽ മാത്രമേ നാളെയുള്ളൂ. ബുദ്ധിയുള്ളവരുടെ കലണ്ടറിൽ നാളെയില്ല. അവർക്ക് ഇന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇന്നലകളുമില്ല. ഇന്നലകളും നാളെകളും ഇല്ലാതെ ജീവിക്കുന്നവരായി നാം തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ കൗൺസിലിങ്ങിലൂടെ നടക്കുന്നത് നിങ്ങളുടെ ഇന്നലകളെ മുഴുവൻ കഴുകി കർത്താവ് വെടിപ്പാക്കുകയാണ്. എന്നാൽ ഇതിനു പകരമായിട്ട് മനുഷ്യർ ചെയ്യുന്നത്, ഇന്നലകളുടെ സകല ഭാരങ്ങളും അവരൊരു കൊട്ട ചുമക്കും. ഇന്നലകളിൽ അവൻ എന്നോട് അത് ചെയ്ത്, അവൾ എന്നോട് അത് ചെയ്ത്, എനിക്ക് 8ാം ക്ലാസ്സിൽ കെമിസ്ട്രിക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഇതെല്ലാം ഇന്നും ചുമന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല ജോലി ലഭിച്ചില്ല, എനിക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചില്ല, ആഗ്രഹിച്ചതുപോലെ ഒരു കല്യാണം നടന്നില്ല. ഇന്നലകളിലെ ഈ സംഭവങ്ങളെല്ലാം ചുമന്നുകൊണ്ട് നടക്കുകയും നാളകളിൽ ഇനി ഉള്ളതിനെ ഇപ്പോൾ തന്നെ വാരിക്കെട്ടി പിടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് നടക്കുമ്പോൾ ഇന്നലകളിലെ ഭാരം ചുമക്കുകയും ചെയ്യുകയാണ്. നാളകളെക്കുറിച്ചുള്ള വിചാരങ്ങൾ കൊണ്ട് ഈ മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കുന്നൊരു ഭാരമുണ്ട്. ആ ഭാരം മുഖാന്തരമായിട്ട് ഇവൻ്റെ പ്രൊഡക്ടിവിറ്റി, ഇവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല.
ഇഫക്റ്റീവ്നെസ്സിനെ അത് സ്വാധീനിക്കുകയാണ്. അവൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ, വേഗതയെ അത് സ്വാധീനിക്കുകയാണ്. അവന് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി എന്ന് പറയുകയാണ്. അതത് ദിവസത്തെ ഉത്തരവാദിത്വം മാത്രം ഏറ്റെടുത്താൽ മതി. ബാക്കിയെല്ലാം തക്ക സമയത്ത് കൃത്യമായി ചെയ്യുവാൻ കർത്താവ് പ്രാപ്തിയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഈ നിലയിലുള്ള അനാവശ്യമാകുന്ന വ്യാകുലതകളുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് നിങ്ങളിൽ നിന്ന് പുറത്തു പോകുവാൻ ഇടവരട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ സന്നിധിയിൽ വരുന്നു. എൻ്റെ ഉള്ളിലുള്ള എല്ലാ വ്യാകുലതകളും പാപമെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങയുടെ ശക്തിയുള്ള കരത്താൽ ആ വ്യാകുലതകളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ആ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. ആ ക്ഷമ ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പോൾ ആ വ്യാകുലതയ്ക്ക് പകരമായി സമാധാനം എൻ്റെ ഉള്ളത്തിൽ വന്ന് നിറയുവാനിടവരട്ടെ. ഞാൻ ആ സമാധാനത്തെ സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. മറ്റൊരു അടയാളമാണ് ആങ്കർ, കോപം. നിയന്ത്രണമില്ലാത്ത കോപം ആന്തരിക മുറിവിൻ്റെ ഒരടയാളമാകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പരാമർശിച്ചതുപോലെ നമ്മുടെ ഇമോഷണൽ സെൻറ്ററുണ്ട്, ബ്രെയിനിൽ തന്നെ ഇമോഷണൽ സെൻറ്ററുണ്ട്. ജോയാണ് അതിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ ഇടത്ത് തന്നെ നമുക്ക് ഫിയറുണ്ട്, കോപമുണ്ട്, ഹെൽത്തി ഷെയിമുണ്ട്, ഹെൽത്തി ആങ്കറുണ്ട്, ഹെൽത്തി ഫിയറുണ്ട്. ഇതൊക്കെ ദൈവത്താൽ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള കാര്യമാണ്. എന്നാൽ കോപത്തിൻ്റെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് മുഖാന്തരമായിട്ട് നാം കോപം നമ്മിൽ നിന്ന് പുറപ്പെടുകയും അത് മുഖാന്തരമായിട്ട് അതിൻ്റെ പരിണത ഫലങ്ങൾ നാം അനുഭവിക്കുകയും ചെയ്യുന്നു. നിയന്ത്രണമില്ലാത്ത കോപം നമ്മിൽ നിന്ന് പുറപ്പെടുന്നു എങ്കിൽ അത് വ്യക്തമാക്കുന്നത് നമുക്കൊരു ആന്തരിക മുറിവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം മുതൽ തുടങ്ങിയതാണ്. 4-ാമത്തെ അധ്യായത്തിൽ നമുക്കിത് കാണുവാൻ കഴിയുന്നുണ്ട്. കായീനും ഹാബേലും ആരാധിക്കുവാൻ വേണ്ടി വരുവാനിടയായി. ആ ആരാധനയിൽ കായീനിൽ കർത്താവ് പ്രസാദിച്ചില്ല. കായീനിൽ പ്രസാദിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം വാടി. കായീൻ ഏറ്റവും കോപമുണ്ടായി. ആദ്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വികാരം, കോപത്തെക്കുറിച്ച്, അതിനു മുമ്പ് ഒരു വികാരത്തെക്കുറിച്ച്, തിന്മ നിറഞ്ഞൊരു വികാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ വീണ്ടും ഒരു തിന്മ നിറഞ്ഞ വികാരത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവന് ഏറ്റവും കോപമുണ്ടായി. എന്താണ് സംഭവിച്ചത്? തൻ്റെ സഹോദരനെ അവൻ കൊല്ലുവാനിടയായി. കോപം മൂലം സംഭവിക്കുന്നത് ബന്ധങ്ങൾ തകരുവാനിടവരും. കോപം മൂലം കൊലപാതകം വരെ നടക്കുവാനിടവരും. കോപത്തിൻ്റെ മേൽ നിയന്ത്രണമില്ലാതെ വരികയാണെങ്കിൽ മറ്റുള്ളവരിൽ നാം ഒത്തിരി മുറിവുകൾ സൃഷ്ടിക്കും. മുന്നോട്ട് വരുമ്പോൾ പ്രമുഖരാകുന്ന പല ദൈവദാസന്മാർക്കും കോപമുണ്ടായിരുന്നു. മോശയ്ക്ക് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ ദൈവകാര്യ സംബന്ധമായിട്ടാണ് തനിക്ക് ആ കോപം ഉണ്ടായത്. എങ്കിലും അത് മുഖാന്തരം താൻ ആ കൽപ്പലകയെ എറിഞ്ഞുടച്ചു കളഞ്ഞു. അപ്പം ലഭിച്ച കർത്താവിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ ആ കൽപ്പലകയെ താൻ എറിഞ്ഞുടച്ച് കളയുവാൻ തക്കവണ്ണമായിട്ട് തന്നിൽ കോപം ജ്വലിക്കുവാനിടയായി. മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള കോപം നമുക്ക് വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളിൽ പലരിലും കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ കോപത്തിൽ നിന്ന് കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കോപം ഞാൻ പറഞ്ഞതുപോലെ കോപിക്കുന്ന സന്ദർഭത്തിൽ കോപിക്കുന്നത് മുഖാന്തരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു തിന്മ നിറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോപം തുടർമാനമായി കോപം ഉള്ള വ്യക്തികൾ, ആ കോപമുള്ള വ്യക്തികൾക്ക് അവർക്ക് സ്ട്രെസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ട്രെസ്സും ഇതെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങിക്കിടക്കുകയാണ്. കോപമുള്ള നിരന്തരം കോപിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആരുടെയും പ്രത്യേകമാകുന്ന ഒരു നിർദ്ദേശവുമില്ലാതെ നമുക്ക് ഒറ്റയടിക്ക് പറയുവാൻ കഴിയും, നിരന്തരമായി കോപിക്കുന്ന സഹോദരാ, നിങ്ങൾക്ക് ഡിപ്രഷനുണ്ട്. കോപവും ഡിപ്രഷനും ജ്യേഷ്ഠനും അന്യനെ പോലെയാണ്. കോപമുള്ളവർക്ക് ഡിപ്രഷനുണ്ട്, ഡിപ്രഷനുള്ളവർക്ക് കോപമുണ്ട്. ഇത് തമ്മിൽ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നിരന്തരമായി കോപിക്കുമ്പോൾ തന്നെ പുറപ്പെടുവിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് എൻസൈം കേടുവരുത്തുന്നതല്ലേ, ബോഡിയിൽ പുറപ്പെടുവിക്കുന്ന എൻസൈമാണ്. ആ എൻസൈം പ്രൊഡക്ഷൻ മുഖാന്തരമായിട്ട് ശരീരത്തിന് കേടുവരുവാനിട വരും. അത് മുഖാന്തരം ഡിപ്രഷൻ ഉണ്ടാകുവാനിട വരും. ഡിപ്രഷനെക്കുറിച്ച് ഞാൻ ഇന്ന് പകൽ പരാമർശിച്ചപ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഞാൻ പരാമർശിക്കുവാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ ഓർമ്മയിൽ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ ഡിപ്രഷൻ ഏറ്റവും അധികം ഹോർമോൺ ചേഞ്ച് മൂലം ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ.
നിങ്ങൾക്ക് പ്രത്യേകിച്ച് മന്ത്ലി പീരീഡ്സ് ഉള്ളതിനാൽ ആ മന്ത്ലി പീരീഡ്സിൽ നിങ്ങളുടെ ബോഡിയിൽ ഹോർമോൺസിന് പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസവും താൽക്കാലികമാകുന്ന നിരാശ ഉണ്ടാകുവാൻ, ഒരു ചെറിയ ഡിസ്കറേജ്മെൻറ്റോ വിഷാദമോ ഉണ്ടാകുവാൻ സാധ്യതയുള്ളവരാണ് സ്ത്രീകൾ. ഇത് മനസ്സിലാക്കാതെ ഭർത്താക്കന്മാർ ഇവരുടെ മൂഡ് ചിലപ്പോൾ മാറുന്നത് മനസ്സിലാക്കാതെ അവരോട് പ്രതികരിക്കുകയാണെങ്കിൽ അവർക്കുണ്ടായിരിക്കുന്ന ശാരീരികമാകുന്ന, അതൊരു നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമാകുന്ന മുറിവുകളുടെ പരിണിതഫലമായി ഉണ്ടാകുന്ന നിരാശയല്ല, ഹോർമോൺ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ഒരു ടെമ്പററി ആകുന്ന ഡിസ്കറേജ്മെൻ്റാണ്. അതിനെ ചൊല്ലി ഭർത്താക്കന്മാർ ഇവരുടെ മൂഡിങ്ങനെ മാറുന്നതിനെ ചൊല്ലി കോപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഭാര്യമാരിൽ കൂടുതൽ മുറിവുകൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ 40 വയസ്സുകൾ 45 വയസ്സുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഹോൾ സ്ട്രക്ചർ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തരാകുന്നു. സ്ത്രീകളെന്ന് പറയുന്നത്, സ്ത്രീകളുടെ ശരീരഘടന തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് 45 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഹോൾ സ്ട്രക്ചറിന് മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ആ ഹോർമോൺ പ്രൊഡക്ഷൻ്റെ ഒരു അവസാനമുണ്ട്. ആ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്ത്രീകളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിപ്രഷൻ ഉറപ്പാണ്. അവർക്ക് മനസ്സിലാകാത്ത എവിടുന്നാണ് ഈ ഡിപ്രഷൻ വരുന്നത്, അത് ജസ്റ്റ് ഹോർമോൺ ചേഞ്ച് കൊണ്ടുണ്ടാകുന്നതാണ്, അല്ലാതെ ആന്തരിക മുറിവുകളുടെ പരിണിത ഫലമായിട്ടുള്ള ഡിപ്രഷനല്ല. പ്രത്യേകിച്ച് 45 വയസ്സാകുമ്പോൾ നിങ്ങൾ മറന്നുപോകരുത്, നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു, അവിടെ ആ ശരീരഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം, ആ ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് നൽകി തരുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് മറ്റുള്ളവരുടെ സഹായം കൂടെ ആവശ്യമാണ്. മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർ നമ്മോട് ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരിൽ നമുക്ക് സ്നേഹം ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സീക്രട്ടുണ്ട്. സന്തോഷം കിട്ടുവാനുള്ള ഏറ്റവും നല്ല സീക്രട്ട് എന്താണെന്ന് അറിയാമോ? റിലേഷൻഷിപ്സിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി ആരോ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരികയാണെങ്കിൽ അതിന് ബിലോങ്ങിങ് ഫീലിംഗ് എന്ന് പറയും. എനിക്ക് വേണ്ടി ആരോ ഉണ്ട്, ആ ഒരു ഫീലിംഗ് വരുമ്പോൾ തന്നെ അവരടുത്തില്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടിയുണ്ട്. എൻ്റെ വൈഫ് ഷീബ, അവൾക്ക് എന്നോട് സ്നേഹമാണ്, അവൾ എനിക്ക് വേണ്ടിയുണ്ട്. എൻ്റെ മക്കൾ റെബേക്ക, ടബീത, അവർ എനിക്ക് വേണ്ടി ഉണ്ട്. അവരുണ്ട് എനിക്ക് വേണ്ടി, അവർ എനിക്ക് ബിലോങ്ങിങ് ആണ്, അവർ എൻ്റേതാകുന്നു, ഞാൻ അവരുടേതാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് വന്നാൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു ഏകാന്തപതികനാകുവാൻ ശ്രമം നടത്തരുത്. എത്രയും നല്ല കൂട്ടുകാരും നല്ല ബന്ധങ്ങളും ഉണ്ടാകണം. നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് അങ്ങ് അടുപ്പിക്കുക, ഇൻറ്റിമസിയിലേക്ക് കൊണ്ടുവരിക. മറ്റൊരു എങ്ങും അത്ര അടുത്ത ബന്ധങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ആവശ്യമില്ലാത്ത മതിലുകളെല്ലാം ഇടിച്ചിടിച്ച് കളഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരു ദേഹമായി തീരുക. ആ ഒരു ദേഹമായി തീരുകയാണെങ്കിൽ എന്ത് കാര്യവും ഭാര്യയോട് പറയാൻ കഴിയും, ഭാര്യയ്ക്ക് എന്ത് കാര്യവും ഭർത്താവിനോട് പറയുവാൻ കഴിയും. ആ നിലവാരത്തിൽ നാം എത്തിച്ചേരുകയാണെങ്കിൽ നമ്മുടെ ആ ജോയ് സെൻറ്ററിൻ്റെ സ്ട്രെങ്ത് വർദ്ധിക്കുവാനിട വരും. നമ്മുടെ സന്തോഷത്തിന് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ഒരുമാതിരിപ്പെട്ട ആഘാതങ്ങൾക്കൊന്നും നമ്മെ നിരാശരാക്കുവാൻ കഴിയുകയില്ല. ജീസസ് റെയിൻസിൻ്റെ അത്ഭുതങ്ങളുടെ ദിവസം, ഡേ ഓഫ് മിറക്കിൾസ്, തിരുവല്ലയിൽ ബിലീവേഴ്സ് യൂത്ത് സെൻ്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. നവംബർ മാസം 29-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. നിങ്ങൾ കടന്നു വരണം, പ്രിയപ്പെട്ടവരെ കൂട്ടി നിങ്ങൾ കടന്നു വരണം. നമുക്ക് തമ്മിൽ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ലഭിക്കുന്നൊരു നല്ല അവസരമാണ്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യുവാനിടവരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും കടന്നു വരണം. തിരുവല്ലയിൽ നവംബർ 29 ബിലീവേഴ്സ് യൂത്ത് സെൻ്ററിൽ രാവിലെ 10 മണി മുതൽ 2 മണി വരെ. ഫയർ വിങ്സിന്റെ ആനുവൽ പ്രെയർ കോൺഫറൻസ് ദി ന്യൂ കവനന്റ് 2015 ജനുവരി 12 മുതൽ 16 വരെ അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ സാമുവേൽ, ബ്രദർ ബിജി അഞ്ചൽ, പാസ്റ്റർ റൈസൺ തോമസ്, പാസ്റ്റർ റെജി മാത്യു, ബ്രദർ ബിനോയ് കൊട്ടാരക്കര, പാസ്റ്റർ ജോൺ വർഗീസ്, ബ്രദർ രാജീവ് വർഗീസ് തുടങ്ങിയ അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 8281033374 9447472145.